ഹായ് ഫ്രണ്ട്സ്, LDC വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമായി അറിയപ്പെടുന്നത് ഏത്? കലാംസാറ്റ് V2. ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമായി അറിയപ്പെടുന്നത് ഏത്? കലാംസാറ്റ് V2. റിഹാന്ത് വിവിധോദ്ദേശ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. റിഹാന്ത് വിവിധോദ്ദേശ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ആരുടെ ആത്മകഥയാണ് തിളച്ച മണ്ണിൽ കാൽനടയായി? പുതുശ്ശേരി രാമചന്ദ്രൻ. ആരുടെ ആത്മകഥയാണ് തിളച്ച മണ്ണിൽ കാൽനടയായി? പുതുശ്ശേരി രാമചന്ദ്രൻ. തദ്ദേശ ഭരണം ഏത് വിഭാഗത്തിൽ പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റ്. തദ്ദേശ ഭരണം ഏത് വിഭാഗത്തിൽ പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റ്. ഇതിലാദ്യമായി പെൻഷൻകാർക്കായി ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്ന സംസ്ഥാനം. ഒഡീഷ. ഇതിലാദ്യമായി പെൻഷൻകാർക്കായി ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്ന സംസ്ഥാനം ഒഡീഷ. ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ ഡി. തലയാർ, പമ്പാർ, പേരാർ, ഭാരതപ്പുഴ, പയസ്വനി, ചന്ദ്രഗിരി പുഴ. മഹാരാഷ്ട്രയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര്? ബാലഗംഗാധര തിലക്. മഹാരാഷ്ട്രയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലക്. താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ശരിയായത് ഏതാണ്? PV രാമസ്വാമി നായ്ക്കരുടെ ജന്മദിനം തമിഴ്നാട് സർക്കാർ സാമൂഹ്യ നീതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. PV രാമസ്വാമി നായ്ക്കരുടെ ജന്മദിനം സെപ്റ്റംബർ 17. ആൻസർ ഓപ്ഷൻ ഡി. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി. എല്ലാ പ്രസ്താവനയും ശരിയാണ്. ഊഷ്മാവ് കൂടുമ്പോൾ ദ്രാവകങ്ങളിലെ വിസ്കോസിറ്റി കുറയുന്നു. വ്യത്യസ്തയിനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡീഷൻ. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹീഷൻ. ഈ പ്രസ്താവനകളിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ കുറിച്ച് ശരിയായത് ഏതല്ല? ആൻസർ ഓപ്ഷൻ സി. സന്താനം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1964 ഫെബ്രുവരിയിലാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായത്. 65 വയസ്സ് അഥവാ 4 വർഷം ഏതാണോ ആദ്യം അതാണ് വിജിലൻസ് കമ്മീഷണർമാരുടെ കാലാവധി. 1919 ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന് വേദി. ഡൽഹി. 1919 ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന്റെ വേദിയായത് ഡൽഹി. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കൂടുതലായും കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ ഏവ? ഓപ്ഷൻ എ. പ്രാന്തീയ പുറ്റുകൾ. രാഷ്ട്രപതി, ഗവർണർമാർ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, സംസ്ഥാന നിയമസഭാ സ്പീക്കർ എന്നിവയുടെ ശമ്പളം, വേതനം എന്നിവയെ പരാമർശിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? ഓപ്ഷൻ എ. രണ്ടാം പട്ടിക. രാഷ്ട്രപതി, ഗവർണർ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, സംസ്ഥാന നിയമസഭാ സ്പീക്കർ എന്നിവരുടെ ശമ്പളം, വേതനം എന്നിവ പരാമർശിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ രണ്ടാം പട്ടികയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഭക്ഷ്യ പ്രദർശനാലയം ഉദ്ഘാടനം ചെയ്തത് എവിടെ?
തഞ്ചാവൂർ. ഇന്ത്യയിലെ ആദ്യ ഭക്ഷ്യ പ്രദർശനാലയം ഉദ്ഘാടനം ചെയ്തത് എവിടെ? തഞ്ചാവൂർ. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ. തിരയിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് തിരാതടം. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്? എടവക. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് എടവക. ഡയമണ്ട് കോർട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബേസ്ബോൾ. ഡയമണ്ട് കോർട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബേസ്ബോൾ. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊമേഴ്സ്യൽ പൈലറ്റ്? മൈത്രി പട്ടേൽ. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊമേഴ്സ്യൽ പൈലറ്റ് മൈത്രി പട്ടേൽ. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏത്? മജിസ്ട്രേറ്റ് കോടതി. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി മജിസ്ട്രേറ്റ് കോടതി. കേരള സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന GST ഐഡന്റിഫിക്കേഷൻ നമ്പർ? 32. നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി ഉണ്ടായ പ്രധാന ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ ഏതെല്ലാമായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി. വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, കോടതി ബഹിഷ്കരണം. കേരളത്തിലെ ആദ്യ പാരാസെയിലിംഗ് ആരംഭിച്ചത് എവിടെ? കോവളം. കേരളത്തിലെ ആദ്യ പാരാസെയിലിംഗ് ആരംഭിച്ചത് എവിടെ? കോവളം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല? തൃതീയ മേഖല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല തൃതീയ മേഖല. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? CMS മിഷന്റെ പ്രവർത്തനം മലബാറിലായിരുന്നു ശക്തമായത്. ചുവടെ പറയുന്നവയിൽ ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താവുന്ന സാഹചര്യമല്ലാത്തത്? ഭരണ പ്രതിസന്ധി. വാർത്താനുപരമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. മേഘാലയയിലെ ആരോഗ്യ സേവന ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ഏത് സംഘടനയുമായാണ് കേന്ദ്ര സർക്കാർ ഒപ്പുവെച്ച പ്രൊജക്റ്റാണ് മേഘാലയ ഹെൽത്ത് സിസ്റ്റം സ്ട്രെങ്തനിങ് പ്രൊജക്ട്? ലോകബാങ്ക്. മേഘാലയയിലെ ആരോഗ്യ സേവന ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ലോകബാങ്ക് സംഘടനയുമായി കേന്ദ്ര സർക്കാർ ഒപ്പുവെച്ച പ്രൊജക്റ്റാണ് മേഘാലയ ഹെൽത്ത് സിസ്റ്റം സ്ട്രെങ്തനിങ് പ്രൊജക്ട്. ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും വലിയ ശലഭമിനം? ഗോൾഡൻ ബോർഡ്വിങ്. ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും വലിയ ശലഭമിനം ഗോൾഡൻ ബോർഡ്വിങ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ കർണാടക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ്? കർണാടകം. ഭരണഘടനയുടെ 8ാം പട്ടികയിലുള്ള ഔദ്യോഗിക ഭാഷകളിൽ ഉൾപ്പെടുന്ന
ഏക വിദേശ ഭാഷ ഏത്? ഓപ്ഷൻ സി നേപ്പാളി. കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിന്റെ പുതിയ പേര്? ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിന്റെ പുതിയ പേര് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. ചുട്ടുവെപ്പ് എന്ന ചടങ്ങോടുകൂടി ആരംഭിക്കുന്ന അനുഷ്ഠാന നൃത്തരൂപം? പടയണി. ചുട്ടുവെപ്പ് എന്ന ചടങ്ങോടുകൂടി ആരംഭിക്കുന്ന അനുഷ്ഠാന നൃത്തരൂപം പടയണി. തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി? മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. സംയുക്ത സമ്മേളനം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ ബി ഓസ്ട്രേലിയ. സംയുക്ത സമ്മേളനം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓസ്ട്രേലിയ. വാണ്ടിവാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനം? തമിഴ്നാട്. വാണ്ടിവാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനം തമിഴ്നാട്. എവിടെയാണ് സ്റ്റെറിൻ വാതകം ചോർന്നത് കാരണം 2020 നിരവധി പേർ മരണപ്പെട്ടത്? ഓപ്ഷൻ ബി വിശാഖപട്ടണം. എവിടെയാണ് സ്റ്റെറിൻ വാതകം ചോർന്നത് കാരണം 2020 നിരവധി പേർ മരണപ്പെട്ടത്? വിശാഖപട്ടണം. മാനവവികസന സൂചിക നിലവിൽ വന്നതെന്ന്? 1990. മാനവ വികസന സൂചിക നിലവിൽ വന്നതെന്ന് 1990. സാമ്പത്തിക ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്? ദാദാഭായ് നവറോജി. സാമ്പത്തിക ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകം? മെർക്കുറി. കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകം മെർക്കുറി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി. വാസ്കോ ഡ ഗാമ ആദ്യമായി കേരളത്തിലെത്തിയത് 1498 പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനം കൊച്ചിയായിരുന്നു. 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി. ബ്രഹ്മപുത്ര റിവർ ഹെറിറ്റേജ് സെന്റർ വരുന്നത് എവിടെ? ഗുവാഹത്തി. ബ്രഹ്മപുത്ര റിവർ ഹെറിറ്റേജ് സെന്റർ വരുന്നത് ഗുവാഹത്തി. രാഷ്ട്രപതി രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? ഉപരാഷ്ട്രപതി. രാഷ്ട്രപതി രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? ഉപരാഷ്ട്രപതി. വൃത്താന്ത പത്രപ്രവർത്തനം ആരുടെ കൃതിയാണ്? കെ രാമകൃഷ്ണപിള്ള. വൃത്താന്ത പത്രപ്രവർത്തനം ആരുടെ കൃതിയാണ്? കെ രാമകൃഷ്ണപിള്ള. ഇന്ത്യയിൽ പക്ഷി ഭൂപടം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം? കേരളം. ഇന്ത്യയിൽ പക്ഷി ഭൂപടം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ഈ പ്രസ്താവനകളിൽ അക്കാമച്ചെറിയനുമായി ബന്ധപ്പെട്ട ശരിയായവ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ എ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. 1114 കഥ അക്കമ്മച്ചെറിയന്റെ കൃതിയാണ്. ഹിമാചൽ പ്രദേശിനെ
ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ആൻസർ ഓപ്ഷൻ എ ഷിപ്കില. ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഷിപ്കില. കേരളത്തിൽ ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്ന വർഷം? 1957 ഏപ്രിൽ 5. കേരളത്തിൽ ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്ന വർഷം 1957 ഏപ്രിൽ 5. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ? ഗീഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗീഫോർഡ്. ബയോ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ റോക്കറ്റ് ഉപയോഗിച്ച് ഉപഗ്രഹം നിക്ഷേപിച്ച രാജ്യമേത്? USA. ബയോ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ റോക്കറ്റ് ഉപയോഗിച്ച് ഉപഗ്രഹം നിക്ഷേപിച്ച രാജ്യം USA. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂനപക്ഷ ഗവൺമെന്റ് നയിച്ച പ്രധാനമന്ത്രിയാണ് VP സിംഗ്. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് അടൽ ബിഹാരി വാജ്പേയി ആണ്. ലോക്സഭയിൽ ഒരിക്കൽ പോലും അംഗത്വം നേടിയിട്ടില്ലാത്ത പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്